ഹായ് ഓൾ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചെറിയ മത്തി മുളകിട്ട് വെക്കുന്ന കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വയ്ക്കാൻ പോണ ചട്ടിയിലേക്ക് ഒരു ചെറിയ സവാള നേരിയതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. തോല് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ തക്കാളി, 1.5 സ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്, 6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. എല്ലാതും നന്നായി മിക്സ് ആവണം. കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി കുഴച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തക്കാളിൻ്റെ ജ്യൂസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കീറിയിട്ട്. അത് കുഴക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഇടാന്ന് വെച്ചാൽ അറിയാലോ, കൈ നന്നായി ഇരിഞ്ഞ് ചുട്ട് കത്തും. ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് അടുപ്പത്തൊന്ന് വെച്ച് കത്തിക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ കറി. ഇത് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ച് മൂടി വെക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 മത്തി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും മതിയാവും, കാരണം കുറച്ച് കറി ഞാൻ വെക്കുന്നുള്ളൂ. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് വേവട്ടെ. നമ്മളുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മത്തി മുളകിട്ടത്. നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം, നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇതേപോലെ മത്തി മുളകിട്ടൊന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും, കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുവരേക്കും അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.